പോലീസിൽ പരാതിപ്പെടാൻ യൂണിയൻ സെക്രട്ടറി ചെന്ന് കണ്ടപ്പോൾ വാദിയെ പ്രതിയാക്കുകയാണ് സാർ അയാൾ ചെയ്തത്. ഇപ്പൊ തെറ്റ് മുഴുവൻ ഞങ്ങളുടെ പേരിലായി. ആണല്ലോ. പ്രസാദിനെ കയ്യേറ്റം ചെയ്തതിന് പകരം ആ കിഴവനെ വിട്ടിട്ട് എന്ത് കാര്യം ഉണ്ടായി? അതാ ഷാപ്പിലേക്ക് കയറി വരുന്നവരെ വിരട്ടാനെടുത്ത വേലയായിരുന്നു. അതിന് നഷ്ടം എത്രയെന്നറിയോ? അട്ടിമറി തൊഴിലാളിയുടെ ഗുണ്ടായുസം, വ്യാപാരി വ്യവസായി സംഘം പ്രസിഡന്റിന് നേരെ കയ്യേറ്റം, നഗരത്തിൽ കടകളടച്ച് കച്ചവടക്കാരുടെ പ്രകടനം. ഇതെന്റെ മധ്യാഹ്നത്തിന്റെ ഫ്രണ്ട് പേജ് മുഴുവൻ ഞാൻ കമ്പോസ് ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു. തന്റെ നൊട്ടി മധ്യാഹ്നം മലയാള ഭൂമിയിൽ വാർത്ത വരാൻ കോട്ടയത്തേക്ക് പാപ്പച്ചനെ വിളിച്ച് പറഞ്ഞവനാ ഞാൻ. ഇവിടെ ഹർത്താലും പ്രകടനവും നടത്തി ബസ്സാർ മുഴുവൻ ബന്ധാക്കാൻ പ്ലാനിരുന്നു. മുഴുവൻ തെറ്റിച്ചില്ലേ? ഞങ്ങൾ ഇനി എന്ത് ചെയ്യണം സാർ? മാധവൻ ആശുപത്രിയിലായി. യൂണിയൻകാരൊന്നും തരുമെന്ന് തോന്നുന്നില്ല. ഇനി തന്നാലും വേണ്ട, അവന്മാര് പറഞ്ഞ തെറിക്ക്. പറയട്ടെ, എന്നാലും നിങ്ങൾ യൂണിയൻ വിട്ടു പോകരുത്. സംശയം കൊടുക്കാതെ കൂടെ നിൽക്കണം. ഇവിടെ വന്നു പോകുന്നതും ഇതുപോലെ രാത്രി സൂക്ഷിച്ചു വേണം. ഇതാ വാങ്ങിച്ചു. ഒരു ഡോക്ടർ എന്ന നിലയിൽ നിങ്ങളെപ്പോലെ പല സ്ത്രീകളെയും ഞാൻ കണ്ടിട്ടുണ്ട്. ഉപദേശിച്ച് നന്നാക്കാൻ ഉദ്ദേശിച്ചല്ല. നിങ്ങൾ ഒരിക്കലെങ്കിലും എതിർത്തിട്ടുണ്ടോ? വഴങ്ങുകയില്ലേ ചെയ്തുള്ളൂ. ഇനി ഒരിടത്തും പോവില്ലെന്നും മറ്റൊരു പുരുഷനെ സ്വീകരിക്കില്ലെന്നും പറഞ്ഞൂടെ? ആ സ്ത്രീ അയാളുടെ ചേച്ചി എന്നെ കൊല്ലും. നിങ്ങളുടെ ഭർത്താവില്ലേ അവിടെ? ഒന്ന് കാണാൻ പോലും നാത്തും സമ്മതിക്കില്ല. അയാളൊരു പാവമാണ്. മാറ്റിയെടുക്കണം. ശ്രമിച്ചു. ഒരാൾ കാണാൻ വന്നിരിക്കുന്നു. ഇരിക്കൂ. മനസ്സിലായില്ല. എന്റെ പേര് രാജശേഖരൻ. ഇവിടെ പുതുതായിട്ട് വന്ന ക്രൈംബ്രാഞ്ച് SP ആയി. മോളെ ശാലി, ഇന്ന് കാലത്തൂര് ഡോക്ടർ പറഞ്ഞിരുന്നില്ലേ ഒരസുഖവും ഇല്ല, സുഖപ്രസവമായിരിക്കുന്നു. പിന്നെ എന്തിനെന്റെ മോളെ ഓപ്പറേറ്റ് ചെയ്തു? പെട്ടെന്ന് കോംപ്ലിക്കേഷൻ. അവളുടെ ഭർത്താവ് ബോംബെ ആശുപത്രി ബുക്ക് ചെയ്ത റൂം The only person who is responsible for the brutal killing. എന്റെ പേഷ്യന്റിനെ നോർമൽ ഡെലിവറിക്ക് അനുവദിക്കാതെ ഞാൻ എതിർത്തിട്ടും നിങ്ങൾ കൊണ്ടുപോയി സിസേറിയൻ ചെയ്തു. 1000 2000 രൂപയ്ക്ക് വേണ്ടി വെട്ടിക്കേറി കൊന്നു. ഒരാളെ അല്ല, 2 ജീവൻ. That mother and child. എടീ തോന്നിവാസം പറഞ്ഞാൽ പണക്കൊതി മൂത്ത് ആശുപത്രി അറവശാലയാക്കി നിങ്ങളൊരു മനുഷ്യനല്ല. You are a butcher. മരണമായാലും കൊലപാതകമായാലും എന്റെ മകള് പോയി. അത് അന്വേഷിക്കാനല്ലേ വന്നത്? നിങ്ങളും ഭർത്താവും തമ്മിൽ പിരിഞ്ഞിട്ട് എത്ര വർഷമായി? 1 വർഷം കഴിഞ്ഞു. അദ്ദേഹത്തിന്റെ അമ്മാവൻ മിസ്റ്റർ കുറുപ്പിനെതിരായി ഡിപ്പാർട്ട്മെന്റ് ചില അന്വേഷണങ്ങൾ നടന്നു വരികയാണ്. രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ച് ആ മനുഷ്യൻ അബ്കാരി അടക്കം സർക്കാരിന്റെ കുഴൽ കോൺട്രാക്ട് വരെയുള്ള ഇടപാടുകളിൽ ലക്ഷങ്ങൾ തട്ടിയെടുത്തിട്ടുണ്ട്. അതിൽ വലിയൊരു തുക ആ നഴ്സിംഗ് ഹോമിലാണ് നിക്ഷേപിച്ചിരിക്കുന്നതെന്ന് ഞങ്ങൾക്കറിയാം. അത് തെളിയിക്കാൻ ഡോക്ടർ രാധയുടെ സഹായം. ക്ഷമിക്കണം സാർ, ഞാൻ ഭർത്താവുമായി പിരിഞ്ഞെങ്കിലും ഡോണ്ട് തിങ്ക് ഐ ഹാവ് എനി പേഴ്സണൽ ഗ്രഡ്ജ് ടുവേഴ്സ് ഹിം. അദ്ദേഹത്തിനും കുടുംബത്തിനും എതിരായി സാക്ഷി പറയാനോ ഒറ്റിക്കൊടുക്കാനോ എന്നെ നിർബന്ധിക്കരുത്. ഡോക്ടർ രാധ, ഞാൻ പറയുന്നത് You can't expect any help from me. I'm not for that. Please excuse me. All right. Mr. Menon, ഞാൻ ഇറങ്ങും. I hope we will see again. ഇന്ന് ഏതായാലും ലീല പുറത്തു പോകുന്നില്ലല്ലോ. ഞാൻ നാളെ ആ മലയ്ക്ക് മാലയിടാൻ പോവാണ്. മനസ്സിലാവുന്നുണ്ട് ചേച്ചി. മേലിൽ ഈ പൂതി പറയരുത്. എന്റെ പൊന്ന് ചേച്ചിയുടെ പാദങ്ങളാണ് ഇല്ല. പൊയ്ക്കോ. പിന്നെ വായിക്കാം. എത്രയുണ്ട് കയ്യിൽ? എടി എടി, ഞാൻ നിന്റെ കെട്ടിയോനാ. ആരായാലും ശരീരത്തിൽ തൊടുന്നതിന് മുമ്പ് കാശ് വാങ്ങിക്കണം. ഇതാ നിങ്ങളുടെ ചേച്ചിയുടെ കൽപ്പന. ഇല്ലെങ്കിൽ ഇറങ്ങി പോണം. എടി, ഞാൻ നിന്റെ ആരുമല്ല. പല ആണുങ്ങളുടെ അടുത്ത് പോകുന്ന എനിക്ക് നിങ്ങളെപ്പോലെ നാണം കെട്ട ഒരുത്തിന് ആവശ്യമില്ല. ഞാൻ ചെയ്യുന്ന തൊഴിലും പങ്കാളിയും ദല്ലാളിയും വേറെ ഉണ്ടല്ലോ. പിന്നെ നിങ്ങൾക്ക് എന്താ ഇവിടെ കാര്യം? ഒന്നുമില്ലേ ചേച്ചി, അപ്പുറത്തുണ്ട്. കേക്കട്ടെ നാട് മുഴുവൻ. മറ്റുള്ളവർ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന കാശ് കൊണ്ട് തടിയനാണ് ജീവിക്കുന്ന പോരാ, കേറി വന്ന് അധികാരം പറയുന്നു. മര്യാദയ്ക്ക് ഇറങ്ങി പോകുന്നതാണ് നല്ലത്.
ഇല്ലെങ്കിൽ ലീലയുടെ സ്വഭാവം മാറും. പോകാൻ, ഇറങ്ങി പോകാൻ. എന്താണ്ടാ ഓളായിട്ട്? കുന്ത